ഇടുക്കി കട്ടപ്പനയിലെ ഇരട്ടക്കൊലപാതകത്തിൽ 3 പ്രതികളെന്ന് പോലീസ്. നവജാത ശിശുവിനെയും മുത്തച്ഛൻ വിജയനെയും കൊലപ്പെടുത്തിയ സംഭവത്തിൽ നിതീഷ്, വിജയന്റെ ഭാര്യ സുമ, മകൻ വിഷ്ണു എന്നിവരാണ് പ്രതികൾ. ശ്വാസം മുട്ടിച്ചാണ് നവജാത ശിശുവിനെ കൊന്നത്. വിജയനെ കൊന്നത് ചുറ്റിക കൊണ്ട് തലക്കടിച്ചു. കൊലപാതകം നടന്നത് ആഭിചാരക്രിയകളുടെ ഭാഗമാണെന്നാണ് സംശയം. അതേസമയം മുഖ്യപ്രതിയായ നിതീഷുമായി പോലീസ് ഇന്ന് തെളിവെടുപ്പ് നടത്തും. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുകയാണ്. സുബിൻ, ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പ് ഇന്ന് നടക്കാനിരിക്കുന്നു. വിശദാംശങ്ങൾ. തെളിവെടുപ്പിനായി നിതീഷിനെ നിലവിൽ ഈ ഒരു സംഭവം നടന്നു എന്ന് പറയുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് നിതീഷ്, വിജയൻ എന്ന വിഷ്ണുവിന്റെ അച്ഛനെ, അതായത് ഈ നിതീഷിന് കൂട്ടുകാരായിട്ടുള്ള വിഷ്ണുവിന്റെ അച്ഛനെ ഇവിടെ വെച്ച് കൊലപ്പെടുത്തി ഈ വീടിനുള്ളിൽ, ഇവിടെ ഈ തൊട്ടുമുകളിൽ കാണുന്ന വീടിനുള്ളിൽ കുഴിച്ചിട്ടു എന്നുള്ളതാണ് വെളിപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെയാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. അതിൻ്റെ തെളിവെടുപ്പിനായാണ് നിലവിൽ ഇപ്പോൾ നിതീഷിനെ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. ഈ പോലീസ് ഉദ്യോഗസ്ഥർ, അതായത് കട്ടപ്പന DYSPയുടെ നേതൃത്വത്തിൽ ഉള്ള പോലീസ് സംഘം ഇവിടെ നിലവിൽ ഇപ്പോൾ ഇവിടേക്ക് പോയിട്ടുണ്ട്. രാവിലെ തന്നെ ഈ തറ തുരന്ന് പരിശോധിക്കുക, അല്ലെങ്കിൽ തറ പൊളിച്ച് പരിശോധിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ രാവിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ നടത്തിയിരുന്നു. നേതൃത്വം, അതായത് ഈ തറ പൊളിക്കാനുള്ള മറ്റു ഉപകരണങ്ങളെല്ലാം തന്നെ ഇവിടെ എത്തിക്കുകയും ചെയ്യുന്നു. പ്രധാനമായും ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്നുള്ളത്, ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിലിപ്പോൾ 3 പ്രതികളാണ് ഉള്ളത്. ആദ്യഘട്ടത്തിൽ നമ്മൾ കരുതിയിരുന്ന, അല്ലെങ്കിൽ പോലീസ് നൽകിയിരുന്ന ഒരു സൂചന, നിതീഷാണ് ഈ ഒരു കൊലപാതകം നടത്തിയിട്ടുള്ളത്, മുഖ്യ സൂത്രധാരൻ നിതീഷാണ് എന്നാണ് പോലീസ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് വീണ്ടും ഈ ഒരു കേസിലേക്ക് വരുമ്പോൾ, ഇന്ന് FIR രജിസ്റ്റർ ചെയ്തപ്പോൾ ആ കേസിൽ 3 പ്രതികളുണ്ട്. അതായത് നിതീഷ്, അതുപോലെ തന്നെ വിഷ്ണുവിൻ്റെ അമ്മ സുമ എന്നിങ്ങനെ 3 പേർ ഈ ഒരു കേസിൽ പ്രതികളാകുന്ന സാഹചര്യമുണ്ടായി. പ്രധാനമായും ഇവരുടെ എല്ലാം അറിവോടുകൂടിയാണ് ഇയാളെ, ഈ വിജയനെ കൊന്നത് എന്നുള്ളതാണ് നിലവിൽ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. അതായത് ഈ ഇവർക്ക് ആദ്യം ഈ ഒരു സാഗര ജംഗ്ഷനിലൊരു വീടുണ്ടായിരുന്നു. ഈ വീട് വിറ്റതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ വീട് വിറ്റപ്പോൾ ഏകദേശം 1 കോടിയോളം രൂപ കിട്ടി. ഈ തുകയെല്ലാം തന്നെ കൈകാര്യം ചെയ്തത് നിതീഷ് ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഈ വിജയനുമായി ഉണ്ടായിരുന്നു. ഇതിൽ പ്രകോപിതനായാണ് ഈ ഒരു കൊലപാതകം നടത്തിയത് എന്നതാണ് നിലവിൽ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. അല്ലെങ്കിൽ നൽകിയിരിക്കുന്ന മൊഴി അങ്ങനെയാണ്. കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ചുറ്റും തലക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഈ വീട് ഈ ഒരു മൃതദേഹം ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ്. സമാനമായ മറ്റൊരു കേസ്, അല്ലെങ്കിൽ 2 കേസാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഒരു കേസ് 2016 അതായത് ഈ വിഷ്ണുവിൻ്റെ സഹോദരിയുടെ നവജാത ശിശുവിനെ കൊന്നതാണ് ഒരു കേസ്. അതിലും നിതീഷ് തന്നെയാണ് മുഖ്യപ്രതി. നിതീഷ് ഈ ഒരു കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. 2016 ഈ ഒരു സംഭവം നടക്കുന്നത്. അതായത് ഇവർക്ക് കട്ടപ്പന സാഗര ജംഗ്ഷനിൽ ഉണ്ടായിരുന്ന ആ ഒരു വീട്ടിൽ വെച്ചാണ് ഈ ഒരു സംഭവം നടന്നത്. ഈ നാണക്കേടാണ് ഇത്തരത്തിൽ ഈ ഒരു കൊലപാതകം നടത്താൻ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ ഈ ഒരു കേസിൽ 3 പ്രതികളായിട്ടുള്ളത്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നുള്ളത്, ഈ കൊല്ലപ്പെട്ട വിജയൻ ഈ ഒരു കേസിൽ പ്രതിയായിട്ടുണ്ട്. 2016 നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസിൽ ഈ വിജയനും പ്രതിയാണ്. ആ കേസിൽ 3 പ്രതികൾ, വിഷ്ണുവും അതുപോലെ തന്നെ നിതീഷും വിജയനുമാണ് ആ 2016 കേസിൽ പ്രതികളായിട്ടുള്ളത്. നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കേസിലേക്ക് പോലീസ് എത്തുമ്പോൾ ഒരു മോഷണ കേസിൻ്റെ തുമ്പ് പിടിച്ചാണ് പോലീസ് ഈ ഒരു വീട്ടിലേക്ക് എത്തുന്നത്. ഈ വീട്ടിൽ നിന്ന് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് തോന്നിയ ചില സംശയങ്ങൾ, ആ സംശയങ്ങളാണ് ഈ 2 കൊലപാതകങ്ങളുടെ ചുരുളഴിച്ചത്. പ്രധാനമായും മാർച്ച് 2-ാം തീയതി ഒരു കട്ടപ്പനയിലെ ഒരു വ്യാപാര സ്ഥാപനത്തിൽ ഒരു മോഷണം നടക്കുന്നു. ആ മോഷണ ശ്രമം നടക്കുന്നു. അവിടെ വെച്ച് 2 ആളുകളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുന്നു. അങ്ങനെ പിടികൂടിയ ആളുകളാണ് ഈ നിതീഷും വിഷ്ണു എന്നീ 2 പേർ. അതിൽ ഈ വിഷ്ണുവിന് അവിടെ വെച്ച് കാലിന് ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായി. നിലവിൽ ഇപ്പോൾ ഇയാൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. അതിനുശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ മോഷണ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥൻ ഈ വീട്ടിലെത്തി പരിശോധന നടത്തിയപ്പോഴാണ് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ അസ്വാഭാവികമായ ചില കാര്യങ്ങൾ ഈ വീട്ടിൽ കണ്ടത്. അത് തന്നെയാണ് സുബിൻ, ഇപ്പോൾ ഈ തെളിവെടുപ്പ് പുരോഗമിക്കുന്നതിനോടൊപ്പം ഇത് പൂർത്തീകരിക്കുമ്പോൾ തെളിയുന്നത് യഥാർത്ഥ കൊലപാതകത്തിനുള്ള കാരണവും, അതോടൊപ്പം ഈ ചില സംശയങ്ങളുണ്ടല്ലോ, ഈ ആഭിചാര ക്രിയകളുടെ ഭാഗമായാണോ ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതടക്കം.
തീർച്ചയായും അത്തരത്തിലുള്ള സംശയങ്ങളുമുണ്ട്. അതായത് ആദ്യഘട്ടത്തിൽ പോലീസ് എത്തിയപ്പോൾ പോലീസ് ഈ ഒരു വീട്ടിലെത്തി പരിശോധന നടത്തുമ്പോൾ ഈ വീടിനുള്ളിൽ ചില പൂജകൾ നടത്തിയതിൻ്റെയൊക്കെ അവശേഷിപ്പുകൾ ഉണ്ടായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. വീടിനുള്ളിൽ ഒരു മുറിയിൽ കറുത്ത തുണി കൊണ്ട് മറച്ച ചില ക്രമീകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അലങ്കോലപ്പെട്ട് കിടക്കുന്ന സാഹചര്യമായിരുന്നു. ഈ ചില പൂജാതി കർമ്മങ്ങൾ നടത്തുന്നതിന് ചില പുസ്തകങ്ങളൊക്കെ ഈ വീട്ടിൽ നിന്ന് കിട്ടി എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഈ ഒരു കൊലപാതകം നടന്നിട്ടുള്ളത് അത് വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിൽ നടന്നിട്ടുള്ളതാണ് എന്നതാണ് നിലവിൽ പോലീസ് നൽകുന്ന വിവരം. പക്ഷേ ഇത്തരത്തിലുള്ള സാധ്യതകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ആഭിചാര കർമ്മങ്ങൾ നടത്തിയാണോ ഈ ഒരു കൊലപാതകം നടന്നത്, അല്ലെങ്കിൽ അതിനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതെല്ലാം പോലീസ് പരിശോധിക്കുന്നുണ്ട്. 2016 ആ നവജാത ശിശു മരിച്ച സംഭവത്തിലും ഈ ഒരു സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രധാനമായും നിതീഷ് ഒരു പൂജാരിയാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഈ പൂജാതി കർമ്മങ്ങളിൽ പഠിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഇത് സംഭവം നടക്കുമ്പോൾ, അല്ലെങ്കിൽ 2014 സംഭവം നടക്കുമ്പോൾ കുട്ടിയെ ഗന്ധർവന് കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു കൊലപാതകം നടത്തിയത് എന്നാണ് ഈ പെൺകുട്ടി പോലീസിന് നൽകിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സാധ്യതകളും പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. നിലവിലിപ്പോൾ കട്ടപ്പന DYSP ഈ ഒരു സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ ഈ തെളിവെടുപ്പ് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തി മറ്റ് ക്രമീകരണങ്ങൾ, അല്ലെങ്കിൽ തറ പൊളിച്ചുള്ള പരിശോധനകളെല്ലാം തന്നെ ഉടൻ തന്നെ ആരംഭിച്ചേക്കും. കട്ടപ്പന DYSPയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു തെളിവെടുപ്പ് ഇപ്പോൾ നടത്തുന്നത്. അത്തരത്തിൽ ഈ ഒരു കേസിലേക്ക് എത്തുമ്പോൾ അത്തരത്തിലുള്ള സാധ്യതകൾ, അതായത് ഈ ഒരു ആഭിചാര കർമ്മം നടത്തി അല്ലെങ്കിൽ ആഭിചാര ക്രിയയുടെ ഭാഗമായിട്ടാണ് ഈ കൊലപാതകങ്ങൾ നടന്നത് എന്നുള്ള കാര്യം പ്രധാനമായും പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു മോഷണ കേസിന്റെ തുമ്പ് പിടിച്ച് പോലീസ് എത്തുന്നു. അതിനുശേഷം അത് വലിയ രീതിയിലുള്ള ഒരു കുപ്രസിദ്ധമായ ഒരു കേസിലേക്ക് ഈ കാര്യങ്ങളെല്ലാം തന്നെ പോകുന്നു. വലിയ രീതിയിലുള്ള ഒരു കൊലപാതകം, വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കൊലപാതകം പോലും ആ ഒരു ചെറിയ ഒരു മോഷണ കേസിന്റെ ബാക്കി എന്നോണം പോലീസ് കണ്ടെത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും അല്പസമയം തന്നെ ഈ ഒരു വീട്ടിൽ നിന്ന് ഈ ഒരു മൃതദേഹം, അല്ലെങ്കിൽ ഈ ഒരു കുഴിച്ചിട്ടിരിക്കുന്നു എന്ന് പറയുന്ന മൃതദേഹം പുറത്തെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ വിഷ്ണു എന്ന് പറയുന്ന ആളുടെ പേരിലാണ് ഈ വീട് വാടകയ്ക്ക് എടുത്തിരുന്നത്. അത് ഈ വിഷ്ണു വ്യാജ പേരിലാണ് ഇവിടെ ഈ വീട് വാടകയ്ക്ക് എടുത്തതെന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നത്. നാട്ടുകാരുമായി അധികം ബന്ധം പുലർത്തിയിരുന്ന ആളുകളല്ല എന്നാണ് ഇന്നലെ നമ്മൾ ഇവിടുത്തെ വാർഡ് മെമ്പറോടക്കം സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഇത്തരത്തിൽ വ്യക്തമാണ്. പ്രദേശവാസികളടക്കം ഈ ഒരു തെളിവെടുപ്പ് പുരോഗമിക്കുന്ന സമയത്ത് സന്നിധിരാണ്. ഇവരുടെ പ്രതികരണങ്ങളിലേക്ക് ഇപ്പോൾ പോകാൻ സാധ്യമാണോ? അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം. കാരണം പക്ഷേ ഇത്തരത്തിലുള്ള ഇവരെ സംബന്ധിച്ച് യാതൊരു വിവരങ്ങളും ഈ പറയുന്ന നാട്ടുകാർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു സംഭവം, അതായത് ഇത്തരത്തിൽ 2 സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്ന് പോലും ഇവർ അറിയുന്നത് ഈ ഒരു കൊലപാതകം നടന്നു, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു അന്വേഷണവുമായി പോലീസ് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഈ വീട്ടിൽ 2 സ്ത്രീകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ സ്ത്രീകൾ പോലും മനസ്സിലാക്കുന്നത്. അത്രത്തോളം ദുരൂഹമായിട്ടായിരുന്നു ഇവിടെ ഈ ഒരു ക്രമീകരണങ്ങളെല്ലാം തന്നെ നടത്തിയിരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചേട്ടാ, നിങ്ങൾ ഈ വീട്ടിലെ ആളുകൾ ഉണ്ടായിരുന്നു അറിയാം, നിങ്ങൾ സംഭവം ഇത് ഇവിടെ വാടകയ്ക്ക് താമസിക്കായിരുന്നു ഇവര്, അല്ലാതെ വേറെ പ്രത്യേകിച്ച് അതിലൊക്കെ അത് ഒന്ന് ഇവർ അതിലൊക്കെ പോലും അറിയത്തില്ല സ്ത്രീകളുണ്ടായിരുന്നുള്ളത്. ഇവരിങ്ങനെ വാടകയ്ക്ക് താമസിക്കാൻ 5-8 മാസമായെന്ന് പറയുന്നത്, അത് ആ അറിവേ ഉള്ളൂ. ഒരു ഞെട്ടലുണ്ടാക്കിയോ ഇങ്ങനെ ഒരു സംഭവം? പിന്നെ പ്രാദേശികമായി ഞങ്ങളെ സംബന്ധിച്ചിട്ടും വലിയ വിഷയമല്ലേ ഈ ലോക്കൽ ഇത്ര ഒരു മരണം നടക്കാന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. ഇത്തരം എന്തെല്ലാം ഉണ്ടാകുമെന്ന് നമുക്കറിയത്തില്ലോ. വാടകയ്ക്ക് വീടുകൾ കൊടുക്കാൻ വയ്യാത്തൊരവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുകയല്ലേ ഇപ്പോൾ കാര്യങ്ങൾ. വാടകക്കാരനെയും ബാധിക്കുകയല്ലേ. ഒരു ഭയമുണ്ടോ ഇനിയിപ്പോൾ? പിന്നെ നാട്ടുകാർക്ക് ഭയമുണ്ട്. ഭയമല്ലേ, എന്താ ഇത്തരം സംഭവം ഒന്നും ഈ നാട്ടിൽ നടന്നിട്ടുള്ളതല്ല. സ്വന്തം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, ഭയമുണ്ട്. അത്തരത്തിലാണ് ഒരു ഞെട്ടൽ പ്രധാനമായും ആളുകൾ കൊണ്ട് ഈ ഒരു സംഭവത്തിൽ, ഈ ഒരു സ്വന്തം വീടിനടുത്ത് പോലും ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് വലിയ രീതിയിലുള്ള ഞെട്ടലാണ് ഉണ്ടായിരിക്കുന്നത്. ഈ പ്രദേശത്ത് നിരവധി വീടുകളൊക്കെ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അവർ പറയുന്നത് പ്രകാരം, നാട്ടുകാർ പറയുന്ന പ്രകാരം ഈ വീടുകൾ ഇനി എങ്ങനെ വാടകയ്ക്ക് നൽകും, വാടകയ്ക്ക് നൽകാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ നിന്നുള്ള ആളുകൾ പോലും പറയുന്നത്. അത്തരത്തിൽ വലിയ രീതിയിൽ നാട്ടുകാരിലും ഇതൊരു ഞെട്ടലുണ്ടാക്കിയ ഒരു കാര്യം തന്നെയാണ്. പ്രധാനമായും ഇവർ ഈ പുറം ലോകവുമായി യാതൊരു വിധത്തിലുള്ള ബന്ധങ്ങളും ഉണ്ടാക്കിയിരുന്നില്ല എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. ഈ തൊട്ടടുത്ത വീട്ടിൽ വിഷ്ണു ചെല്ലുമ്പോഴും ആ വ്യാജ പേര്, അല്ലെങ്കിൽ മറ്റൊരു പേരാണ് അവിടെ പറഞ്ഞിരുന്നത്. അജിത്ത് എന്നുള്ളൊരു പേരാണ് തൊട്ടടുത്ത വീട്ടിൽ ചെന്നപ്പോൾ പോലും വിഷ്ണു പറഞ്ഞിരുന്നത്. താനും അച്ഛനും മാത്രമാണുള്ളത് എന്നാണ് പറഞ്ഞിരുന്നത്. വീട്ടിൽ മറ്റാരുമില്ല, സഹോദരിയും അമ്മയും ഉണ്ട്, പക്ഷേ അവർ മറ്റൊരിടത്താണ്, സഹോദരി മറ്റൊരിടത്ത് ജോലി ചെയ്യുകയാണ് എന്നൊക്കെയാണ് ഈ വിഷ്ണു ഈ അടുത്ത വീട്ടിൽ പോലും പറഞ്ഞിരുന്നത്. ഇതിനു മുമ്പ് ഈ പഞ്ചായത്തിൽ നടക്കുന്ന ആളുകൾ ഇവിടെ എത്തുമ്പോൾ പലപ്പോഴും വീട് പൂട്ടി
കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ സമയത്ത് വീടിനുള്ളിൽ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ രണ്ട് സ്ത്രീകൾ വീടിനുള്ളിൽ വീട്ടുതടങ്കലിലായിരുന്നു എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. പുറം ലോകവുമായി യാതൊരുവിധ ബന്ധവും ഇല്ലാത്ത തരത്തിലേക്ക് അവരെ വീട്ടിൽ തന്നെ ഇരുത്തിയിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. എന്തായാലും ഇവിടെ നിന്നുള്ള ആളുകൾക്കും ഇവരുടെ കാര്യങ്ങൾ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ ആളുകളുടെ കാര്യങ്ങൾ സംബന്ധിച്ച് ഇവിടെ താമസിച്ചിരുന്ന ആളുകളെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങളില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ ഒരു മുറി പൊളിച്ച് അല്ലെങ്കിൽ മുറിയുടെ തറ പൊളിച്ചുകൊണ്ട് ഈ മൃതദേഹം എടുക്കാനുള്ള നടപടിക്രമങ്ങൾ നിലവിൽ പുരോഗമിക്കുകയാണ്. സുബിൻ, അതോടൊപ്പം ഈ ഒരു മരണം ഈ ഇത്തരത്തിൽ കൊലപാതകം നടന്നിട്ട് കുറച്ച് നാളുകളല്ല, കുറേ അധികം നാളായിട്ടുണ്ട്. ഈ ഒരു സംഭവം കൂടി ഈ ദുരൂഹതയേറുന്നതല്ലേ? കൊലപാതകം നടന്നിട്ട് ഏകദേശം കഴിഞ്ഞ ആഗസ്റ്റ് മാസത്തോടു കൂടിയാണ് ഈ ഒരു കൊലപാതകം നടന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തോളമായി ഈ പറയുന്ന വിജയനെ കാണാതായിട്ട് ഒരു വർഷത്തോളമായി. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കേസുകളൊന്നും തന്നെ പോലീസ് നൽകിയിരുന്നില്ല. പക്ഷേ ഈ വിജയൻ്റെ മറ്റു ബന്ധുക്കൾ, അതായത് വിജയൻ്റെ ഒരു സഹോദരിമാരുണ്ട്. ഈ സഹോദരിമാരുമായൊക്കെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഒരു മാൻ മിസ്സിംഗ് കേസ് കട്ടപ്പന പോലീസിൽ നൽകിയിരുന്നു എന്നാണ്. പക്ഷേ ഇത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. പോലീസ് അതിൽ പറയുന്നത് ഇത്തരത്തിൽ ഇയാൾ മിസ്സിംഗ് ആണ് എന്ന തരത്തിലുള്ള കേസുകളൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല എന്നാണ് പോലീസ് പറഞ്ഞത്. ഇത്തരത്തിൽ ഈ ഒരു വർഷത്തോളം ഈ ഒരു കാര്യം മറച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ മറച്ചു വയ്ക്കപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ ഇവർ ഈ ഒരു മോഷണ കേസിൽ പിടിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും ഈ ഒരു കേസ് അല്ലെങ്കിൽ ഇയാൾ എവിടെയെന്നുള്ള ചോദ്യം അല്ലെങ്കിൽ ഈ ഒരു കൊലപാതകം പുറത്ത് വരുമായിരുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പക്ഷേ ഈ ഒരു മോഷണ കേസിൽ ഇവരെ പിടികൂടുമ്പോൾ തന്നെ അതിനുശേഷം ഈ നടത്തിയ പരിശോധന നടത്തിയത് കൊണ്ടാണ് ഈ ഒരു നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയെന്നുള്ള ആ ഒരു വിവരവും പോലീസിൽ ലഭിക്കുന്ന അത്തരത്തിൽ ആ ഒരു കൊലപാതകം നടന്നു എന്നുള്ള ആ ഒരു കാര്യം കൂടി എന്തായാലും മനസ്സിലാക്കാൻ സാധിച്ചത്. അത്തരത്തിൽ ഏറെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത്തരത്തിൽ ഇനിയിപ്പോൾ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ നടന്നിട്ടുണ്ടോ നടക്കുമുള്ള കാര്യങ്ങളെല്ലാം നിലവിൽ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഒരു വർഷത്തോളം സ്വന്തം പിതാവിനെ കൊന്ന ശേഷം ഇത്തരത്തിൽ ഈ ഒരു വീട്ടിൽ തന്നെ താമസിക്കുന്ന വിഷ്ണുവിൻ്റെ ഒക്കെ ഒരു മാനസികാവസ്ഥ അതൊക്കെ നമ്മൾ ഏതായാലും പരിശോധിക്കപ്പെടേണ്ടതായിട്ടുള്ള ഒരു കാര്യമൊക്കെ തന്നെ. പോലീസിൻ്റെ പരിശോധന കൃത്യമായി തന്നെ നടക്കുന്നു. അവിടെ മറ്റ് നടപടിക്രമങ്ങൾ ഈ മൃതദേഹം പുറത്തെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ നടക്കുന്നു. കൂടുതൽ ആളുകൾ ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഈ ഒരു ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവരൊന്നും തന്നെ അറിഞ്ഞിരുന്നില്ല ഇത്തരത്തിലുള്ള ഒരു കാര്യം ഇവിടെ നടന്നിരുന്നു അല്ലെങ്കിൽ ഈ കൊലപാതകം ഇവിടെ നടന്നിരുന്ന കാര്യങ്ങളൊന്നും തന്നെ അറിഞ്ഞിരുന്നില്ല എന്നുള്ളതും ഇവരെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തമായ വിവരങ്ങളില്ലായിരുന്നു എന്നുള്ളതും എല്ലാം തന്നെ വസ്തുതയാണ്. എന്തായാലും ഈ ഒരു പരിശോധനകൾ അല്പസമയത്തിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഈ ഒരു മൃതദേഹം ഉടൻ തന്നെ എടുക്കാൻ കഴിഞ്ഞേക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ശരി, ഇടുക്കി കട്ടപ്പനയിലെ ഇരട്ടക്കൊലപാതകത്തിൽ 3 പ്രതികളെന്ന പോലീസ്. നവജാത ശിശുവിനെയും മുത്തച്ഛൻ വിജയനെയും കൊലപ്പെടുത്തിയ സംഭവത്തിൽ നിതീഷ്, വിജയന്റെ ഭാര്യ സുമ, മകൻ വിഷ്ണു എന്നിവരാണ് പ്രതികൾ. ശ്വാസം മുട്ടിച്ചാണ് നവജാത ശിശുവിനെ കൊന്നത്. വിജയനെ കൊന്നത് ചുറ്റിക കൊണ്ട് തലക്കടിച്ചും. കൊലപാതകം നടന്നത് ആഭിചാരക്രിയകളുടെ ഭാഗമായാണെന്നാണ് സംശയം. അതേസമയം മുഖ്യപ്രതിയായ നിതീഷിനെ പോലീസ് തെളിവെടുപ്പിനെത്തിച്ചു പുരോഗമിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു സുബിൻ തോമസ്.